ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അനി വന്നപ്പോഴത്തേക്കും അനിയെ ചുമ്മാ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക ASI. അങ്ങനത്തെ അടിയുടെ കാര്യമൊക്കെ പറയുമ്പോഴേക്കും അടി ഇരന്ന് വാങ്ങിയാൽ ഞാൻ എന്ത് ചെയ്യാനാ സാറേ എന്ന് ചോദിച്ചു നമ്മുടെ അനി. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇപ്പോൾ എന്താ വേണ്ടതെന്ന് ചോദിച്ചു കേട്ടോ നന്ദു. അല്ല മേഡം, ഞാൻ ആ ഓമന എന്ന് പറഞ്ഞ സ്ത്രീ ഒരു കംപ്ലൈൻറ്റ് കൊണ്ടുവന്നായിരുന്നല്ലോ അവരുടെ ഭർത്താവ് സുദർശനെതിരെ. എന്നിട്ട് എന്തെങ്കിലും ഒരു ആക്ഷൻ നിങ്ങൾ അതിലെടുത്തായിരുന്നോ എന്ന് നന്ദു അന്നേരം ചോദിച്ചു. അല്ല അത് മേഡം, എനിക്ക് ഉടനെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കായിരുന്നു എന്ന് പറഞ്ഞു. ആ വിചാരിക്കുക എന്നിട്ട് ഒരു ജോലിസരെ കണ്ട് കബഡി നിരത്തി പോണോ വേണ്ടയോ എന്ന് ആദ്യം പോയി തീരുമാനിക്കാനൊക്കെ പറഞ്ഞ് ശരിക്കും അങ്ങോട്ട് കൊടുത്തു. പിന്നെ അവനവൻ്റെ ജോലി ചെയ്യത്തില്ല, എന്നിട്ട് വെറുതെ ഓരോന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞ് നമ്മുടെ നന്ദു ദേഷ്യപ്പെട്ടു ഇവരോട്. എന്നിട്ട് വാടാ എന്ന് പറഞ്ഞ് നന്ദുവിനെയും കൂട്ടിക്കൊണ്ട് പോവുക. അപ്പം നന്ദു അനിയും കൂടെ അങ്ങ് പോയി കഴിഞ്ഞപ്പം അത് പിന്നെ കാമുകനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നതിൻ്റെ ദേഷ്യം ആ കാമുകിക്ക് അത് നമ്മളോട് തീർക്കുക എന്നും പറഞ്ഞ് ASI അവിടെ നിന്ന് കോൺസ്റ്റബിളോട് പറഞ്ഞു. വേറൊരാളകത്തിരിപ്പുണ്ട്, അത് മറ്റൊരു കോമഡി സാധനമാണ് എന്നും പറഞ്ഞ് ഇയാൾ പറയുക കേട്ടോ. എന്നാലും കുഴപ്പമൊന്നുമില്ല. അയാൾ വന്നതിന് ശേഷം നിത്യച്ചെലവിനുള്ള പൈസയൊക്കെ കിട്ടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഈ നന്ദുമേടമാണ് മൊത്തത്തിലൊരു പ്രശ്നമെന്ന് പറഞ്ഞു. അപ്പോൾ അത് സാർ പറഞ്ഞു, ശരി സാറേ, കൈമടക്ക് കിട്ടിയെന്ന് അറിഞ്ഞാൽ അവളുടെ രൂപവും ഭാവവും ഒക്കെ അങ്ങ് മാറുമെന്നാലേ പുള്ളിക്കാരിയും പറഞ്ഞു. സാരമൊന്നും അല്ലെന്നേ, ആ CI വട്ടാക്കി നമുക്ക് SI തളയ്ക്കാം എന്ന് ഇയാൾ പറഞ്ഞു കൊടുക്കും, അത് മാത്രമേ ഇപ്പോൾ നടക്കുള്ളൂ എന്ന്. അങ്ങനെ ഇവരത് സംസാരിച്ചുകൊണ്ട് അവിടെ നിൽക്കുമ്പോൾ നന്ദു അനിയും കൂടെ സംസാരിക്കുക. എടാ, നിന്നെ ഈ അവസ്ഥയിൽ നിന്റെ വല്യമ്മ കണ്ട അവരെങ്ങനെ സഹിക്കുമെടാ എന്ന് ചോദിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാ, അനി സന്തോഷമായിട്ടായിരിക്കുന്നത്. അപ്പോൾ എന്താ നീ മിണ്ടാത്തേന്ന് ചോദിച്ചു. ഞാനിപ്പോൾ എന്തും മിണ്ടാനാ? അവളുടെ കരണത്തടിക്കാനുള്ള കാരണം ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, എനിക്കതിലൊരു കുറ്റബോധവും ഇല്ലയെന്ന് അനി പറയുവാണ്. അവൾ അത്രയും പറഞ്ഞിട്ട് അവൾക്കൊരടിയെങ്കിലും കൊടുത്തില്ലെങ്കിൽ അതൊരു മനപ്രയാസമായിട്ട് എൻ്റെ ഉള്ളിൽ കിടന്നേനെന്നൊക്കെ അനി നന്ദുവിനോട് പറയുവാണ്. നീ എന്നെ തോൽപ്പിക്കാൻ വേണ്ടി ജനിച്ചതാണോടാ എന്ന് നന്ദു അന്നേരം ചോദിച്ചു കേട്ടോ. അപ്പോൾ ഒരാളെങ്കിലും അങ്ങനെ വേണ്ട നന്ദു, അല്ലാതെ എല്ലായിടത്തും നമ്മളങ്ങ് ജയിച്ച് കയറിയാലേ നമ്മളെന്തോ വലിയ സംഭവമാണെന്ന് നമുക്ക് തന്നെ തോന്നിപ്പോകത്തില്ലേ എന്നൊക്കെ അനി നന്ദുവിനോട് ചോദിക്കുവാണ്. നിന്റെ കരണടിച്ച് പൊട്ടിക്കാനാണ് എനിക്കിപ്പോൾ തോന്നുന്നതെന്ന് പറയുമ്പോൾ, അടിച്ചോ, നീ എൻ്റെ ഒരു കവളത്തടിച്ചാൽ ഞാൻ മറ്റേ കവള നിനക്ക് കാണിച്ചു തരുമെന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എന്താ നന്ദു എന്ന് പറഞ്ഞിട്ട് സച്ചിൻ വന്നു. അല്ല സാർ, അനിയെ കോടതിയിൽ കൊണ്ടുപോകണ്ടേന്ന് ചോദിച്ചു. നന്ദു, ജോലി സമയം കഴിയാറായി, നമ്മളവിടെ എത്തുമ്പോഴേക്കും ഇനി കേസൊന്നും വിളിക്കാൻ പോകുന്നില്ല, പിന്നെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു കേട്ടോ സച്ചിൻ. നന്ദു ഒന്ന് വന്നേ എന്ന് പറഞ്ഞ് സച്ചിൻ നന്ദുവിനെയും വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോകും. അപ്പോഴത്തേക്കും നന്ദു അനിയെ നോക്കി സച്ചിൻ്റെ കൂടെ പോയി. ഇത് കണ്ടപ്പോൾ എനിക്ക് സഹിക്കുന്നില്ല. പിന്നെ നന്ദു, സത്യം പറഞ്ഞ ഇവിടെ പോലും ഇരുത്താൻ അനിയെ ഇവിടെ ഇരുത്താൻ പോലും എനിക്ക് താല്പര്യമില്ല. നമ്മുടെ റൂമിൽ കൊണ്ട് ഇരുത്തായിരുന്നു, പക്ഷെ ഇപ്പോൾ അവിടെ പോലും അയാളെ ഇരുത്താൻ പറ്റാത്ത അവസ്ഥയാണെന്ന് പറയുമ്പം എന്ത് പറ്റി സാറിന് ചോദിച്ചു. അത് ആ DYSP ചിലപ്പോൾ മിന്നൽ പരിശോധനയ്ക്ക് വരാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം പറയൂ കേട്ടോ. അയാൾ ഈ കേസിൽ ഒരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് എടുത്തിരിക്കുകയാണെന്നും പറഞ്ഞു. പ്രതിക്ക് ഒരാനുകൂല്യവും കൊടുക്കരുതെന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നതെന്നൊക്കെ സച്ചിൻ ചുമന്നോണ പറയുവാണ്. പക്ഷേ നമ്മൾ അനിയെ ചോദ്യം ചെയ്യാനോ കയ്യേറ്റം ചെയ്യാനോ ഒന്നും പോയിട്ടില്ലല്ലോ. പിന്നെ നേരത്തെ അങ്ങനെ ചെയ്തൊരു അനുഭവം എനിക്കുണ്ടല്ലോ, അതിൻ്റെ ഒരു കുറ്റബോധം ഇപ്പോഴും എൻ്റെ ഉള്ളിൽ കിടക്കുകയാണെന്നൊക്കെ പറഞ്ഞ് സച്ചിൻ ഭയങ്കര ഡയലോഗുകൾ. പക്ഷെ അങ്ങേര് ഇവിടെ വന്നു കഴിഞ്ഞാൽ അനിയെ ലോക്കപ്പിന് മുന്നിലിരുത്തുന്നത് കണ്ടു കഴിഞ്ഞാൽ എന്തിനാ അങ്ങനെ ഒരു സൗജന്യം ചെയ്തു കൊടുത്തതെന്ന് കണ്ട പാടെ അങ്ങേര് ചോദിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് അനിയെ സെല്ലിലിടണമെന്നാണ് സാറ് പറയുന്നത്. എന്ത് ചെയ്യണം, അയാളെ ലോക്കപ്പിലെ കിടത്തിയില്ലെങ്കിൽ നമ്മുടെ രണ്ടുപേരുടെയും ജോലി അത് ബാധിക്കുമോ എന്നൊക്കെ പറയുകയാണ് സച്ചിൻ. സമയത്ത് നന്ദു ഇങ്ങനെ നോക്കുക. ഞാൻ ആകെ ഒരു വിഷമഘട്ടത്തിലായിപ്പോയി നന്ദു, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ്. അനിയെപ്പോലൊരു പയ്യൻ ഒരിക്കലും ലോക്കപ്പിൽ കിടക്കേണ്ട ആളല്ല, നമ്മളങ്ങനെ ചെയ്യുന്നത് തന്നെ തെറ്റാണ്. പക്ഷേ നിയമം ഒരാൾക്ക് വേണ്ടി വളച്ചൊടിക്കുന്നത് ശരിയല്ലല്ലോ, പ്രത്യേകിച്ച് നിയമം വിട്ട് ഒന്നും ചെയ്യരുത് എന്ന് വിശ്വസിക്കുന്ന ഞാനും നന്ദു ഒക്കെ. അപ്പോൾ പിന്നെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ അത് സാർ പറഞ്ഞ് ശരിയാണെന്ന് പറഞ്ഞു നന്ദു. അങ്ങനെയാണെങ്കിൽ അനിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അയാളെ അങ്ങ് അകത്തേക്ക് ഇരുത്താൻ പറഞ്ഞു. അങ്ങനെ ശരിയെന്ന് പറഞ്ഞ് നന്ദു അങ്ങ് പോയി. അതിനുശേഷം നന്ദു ചെന്ന് അനിയോട് സംസാരിക്കാം. അപ്പോൾ നിന്നെ പുറത്തിരുത്താൻ പറ്റില്ല, അതുകൊണ്ട് നിന്നെ സെല്ലിലാക്കാനാണ് സാറ് പറയുന്നത്, DYSP മിന്നൽ പരിശോധനയ്ക്ക് വരും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വരുമ്പോൾ അനി ഇവിടെ ഇരിക്കുന്നുണ്ട്, ആകെ കുഴപ്പമാണെന്ന് പറഞ്ഞു സച്ചിൻ. അപ്പോൾ എനിക്ക് വേണ്ടി നിയമം ബലി കഴിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല സാർ എന്ന് അനി എന്നേരം ഇയാളോട് പറഞ്ഞു കേട്ടോ. ഇവിടെ ഇരിക്കുന്നതും ലോക്കപ്പിൽ കിടക്കുന്നതും എല്ലാം എനിക്ക് ഒരുപോലെയാണെന്നും പറഞ്ഞു. ഞാൻ അവിടെ തന്നെ കിടന്നോളാവെന്നും അനി പറയുക കേട്ടോ. അപ്പോൾ നന്ദു ആണെങ്കിൽ സച്ചിനെ ഇങ്ങനെ നോക്കുന്നു. സച്ചിനാണെങ്കിൽ ഉള്ളിൽ ഭയങ്കര സന്തോഷം. വാ എന്നും പറഞ്ഞ് നന്ദു ആണെങ്കിൽ അനിയെ വിളിച്ച് സെല്ലിൻ്റെ അങ്ങോട്ട് കൊണ്ടുപോയി. അതിനുശേഷം ലോക്കപ്പ് തുറന്നു, അതിനകത്തേക്ക് അനിയെ കയറ്റി വിട്ടിട്ട് ലോക്കപ്പ് അടച്ചു. അപ്പോൾ നന്ദു ഇങ്ങനെ ചങ്ക് പൊട്ടി നിൽക്കുക. സച്ചിൻ ഇതൊക്കെ ഉള്ളിൽ ഇങ്ങനെ ആഹ്ലാദ തിമിർപ്പോട് കൂടി ഇങ്ങനെ നിൽക്കുവാണ്.
അപ്പോൾ ഇവനെ അകത്ത് കിടത്തിയപ്പോഴത്തേക്ക് അവിടെ വേദന കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് കണ്ട് സച്ചിൻ മനസ്സിൽ പറയാം, ഇപ്പോഴും ആ ഹൃദയത്തിനകത്ത് അവനുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണെന്നൊക്കെ സച്ചിൻ സ്വയം അവിടെ നിന്ന് പറയുകയാണ്. ഇവർ രണ്ടുപേരും നോക്കുന്നത് കണ്ടപ്പോൾ അതാണ് ഇനി വലിച്ചു പറിച്ച് കളയേണ്ടത്, അതൊരു ചടങ്ങ് തന്നെയാണെന്നൊക്കെ പറയുക സച്ചിൻ. എന്നാലും ഇവനെൻ്റെ അസ്ഥിക്ക് പിടിച്ചു പോയില്ലേ, ഇനി കളയാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിൻ ഇങ്ങനെ അവിടെ നിന്ന് സ്വയം ചിന്തിക്കുക കേട്ടോ. അനിയൻ നന്ദു ഇങ്ങനെ കണ്ണോട് കണ്ണ് നോക്കി ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും സച്ചിൻ എനിക്ക് നന്ദുവിനേക്കാളും വിഷമമുണ്ട്, പിന്നെ പക്ഷേ അനി ചെറുപ്പത്തിൻ്റെ ചോരത്തിളപ്പ് കൊണ്ട് ഇതുപോലുള്ള സാഹസങ്ങളൊന്നും കാണിക്കാൻ നിൽക്കരുത് കേട്ടോ എന്നൊക്കെ സച്ചിൻ പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ തന്നെ ഈ പെൺകുട്ടികളുടെ ദേഹത്ത് കൈവയ്ക്കാൻ എങ്ങനെയാണ് ഇനി തോന്നുന്നത്? അപ്പോൾ അവളുടെ ദേഹത്ത് കൈവയ്ക്കാനല്ല സാറേ, എനിക്ക് അവളെ കൊല്ലാനാ തോന്നുന്നതെന്ന് അനി അന്നേരം പറഞ്ഞു. അതുപോലെയാണ് അവൾ എന്നോട് സംസാരിച്ചതെന്നൊക്കെ അനി ഇങ്ങനെ സച്ചിനോട് പറഞ്ഞു. അപ്പോൾ എൻ്റെ അനി അത് അവളുടെ അനിയുടെ കയ്യിൽ നിന്ന് തല്ല് എരന്ന് വാങ്ങിയതല്ലേ, അനി എന്തിനാ നിന്ന് കൊടുത്തതെന്നൊക്കെ അന്നേരം സച്ചിൻ ചോദിക്കുക. അങ്ങനെ ഇറന്ന് വാങ്ങിയാൽ ഇങ്ങനെ ഒരു കാഴ്ച അവൾക്ക് കാണാൻ പറ്റുള്ളൂ എന്ന് അവൾക്ക് അറിയാം. അവർ കാണിച്ചതിൽ പോയി നിന്ന് കൊടുത്തതിന് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. ഇങ്ങനെയാണ് നന്ദു ബുദ്ധിയുള്ള ചില പെൺകുട്ടികളെ, അവര് എന്തും ചെയ്യും. അവളുമാര് ആണുങ്ങളെ ഇതുപോലെ കുടുക്കിക്കളയും. ഇപ്പം എന്താ ഇനി നോക്ക്, അവൾക്ക് നഷ്ടപ്പെട്ടു പോകാനേ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുക. അപ്പോൾ ഇതെല്ലാം കേട്ട് അനി ഒന്നും അല്ലാത്ത പോലെ നിൽക്കുകയാണ്. അനന്തപുരിയിലെ പയ്യൻ പോലീസ് ലോക്കപ്പിലാണെന്ന് വാർത്ത ഉണ്ടാക്കാം. അത് അവൾക്ക് ചാനലുകാരൊക്കെ ആയിട്ട് നല്ല ബന്ധമുള്ള ആളല്ലേ. നേരത്തെ ചാനലിൽ കയറിയിരുന്ന അവൾ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഓർമ്മയുള്ള കാര്യങ്ങളല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇതൊക്കെ കേട്ട് നന്ദു ഇങ്ങനെ വിഷമിച്ച് നിൽക്കാം. നാളെ വിവാഹിതയാകാൻ പോകുന്ന നന്ദുവിനെ പോലും അവൾ വെറുതെ വിട്ടില്ലല്ലോ. അവൾക്ക് ചെയ്യാവുന്നത് മുഴുവനും അവൾ ചെയ്തില്ലേ. പിന്നെ എല്ലാവരും അറിയാവുന്ന ഒരാളാണ് ഞാനെന്നും അങ്ങനെ ഒരാൾ നന്ദുവിന് വിവാഹമായി ആലോചിച്ചത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് സച്ചിൻ ഇങ്ങനെ സ്വയം ഇതായിക്കൊണ്ടിരിക്കാം. നാളെ ഞങ്ങൾക്കിടയിലേക്ക് വേണ്ടാത്ത വർത്തമാനമായിട്ട് ആരും വരില്ല എന്നൊക്കെ പറയുമ്പോൾ നന്ദുവിന് ദേഷ്യം വരുന്നുണ്ട്. അതിനെ തന്നെ ഇവളെ കെട്ടിയിട്ട് വേണ്ടേ എന്നിങ്ങനെ നമ്മുടെ അനി മനസ്സുകൊണ്ട് ചിന്തിക്കും. എന്താ നന്ദു ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് ചോദിച്ചു സച്ചിൻ നന്ദുവിന്. അപ്പോൾ ശരിയല്ലെങ്കിലും ശരിയാണെന്ന് പറഞ്ഞേക്കാവെന്ന് നന്ദു ഇങ്ങനെ ചിന്തിക്കുക. ശരിയല്ലേ നന്ദു എന്ന് ചോദിക്കുമ്പം വളരെ ശരിയാണ് സാറെന്ന് നന്ദു പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ അനി ഇങ്ങനെ ഒരു നോട്ടം. എന്നാൽ പിന്നെ നന്ദുവിൻ്റെ ഡ്യൂട്ടിയും കാര്യങ്ങളും നടക്കട്ടെ കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ അനിയുടെ അരികിൽ നിന്ന് നന്ദുവിനെ പറഞ്ഞു വിടുക സച്ചിൻ. അത് കഴിഞ്ഞപ്പോൾ അനി എന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോ വേണമെങ്കിൽ ഇവരോട് പറയണം കേട്ടോ, അത് യഥാസമയം കൊണ്ട് തന്നിരിക്കും കേട്ടോ എന്നൊക്കെ പറഞ്ഞു സച്ചിൻ അനിയോട്. അപ്പം പിന്നെ അനിയെ എങ്ങനെ ഇവിടെ നിന്ന് പുറത്ത് കൊണ്ടുവരാൻ പറ്റുമെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ സച്ചിൻ പറയുമ്പം അയ്യോ എനിക്കത്ര ധൃതിയൊന്നുമില്ല സാറേ എന്ന് പറഞ്ഞു. ഇവനെന്താ അങ്ങനെ പറഞ്ഞത് എന്ന് സച്ചിൻ അന്നേരം ചിന്തിക്കാം മനസ്സിൽ. എന്തായാലും ആട്ടെ, അതെന്താ അനി അങ്ങനെ പറഞ്ഞ? അല്ല ഒന്നുമില്ല, എനിക്ക് വേണ്ടി ആരും ബുദ്ധിമുട്ടുണ്ടായെന്ന് പറയായിരുന്നു സാർ. അനന്തപുരിയിലെ പയ്യന് വേണ്ടി ബുദ്ധിമുട്ടുന്നത് അതെനിക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ലെന്നേ. പിന്നെ അതെനി മനസ്സിലാക്കണം കേട്ടോ എന്നും പറഞ്ഞിട്ട് സച്ചിൻ ഇങ്ങനെ തിരിഞ്ഞു നിന്നിട്ട് ഞാൻ ഇറക്കാടാ എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. അനി ഇങ്ങനെ അവിടെ നോക്കി നിൽക്കുക. ഇത് കഴിഞ്ഞ് പിന്നെ ദേവയാനി അവിടെ ഇരിക്കുമ്പോൾ നയനിയും ആദർശവും കൂടെ ദേവയാനിയുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ നിങ്ങൾ സ്റ്റേഷനിലേക്കാണോ പോണേന്ന് ചോദിച്ചു. അപ്പോൾ അതേ അമ്മ അങ്ങോട്ടാ, ഞാനും കൂടെ വരാമെന്ന് ദേവയാനി പറയുമ്പോൾ അതൊന്നും വേണ്ട അമ്മ, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ പോയി കണ്ടിട്ടേ നന്ദുവിനോടും സി ഐയോടൊക്കെ ഒന്ന് സംസാരിക്കട്ടെ, എന്തായെന്ന് ചോദിക്കാം. അപ്പോൾ സി ഐ നന്ദുവിനെ പെണ്ണ് കാണാൻ വന്നതല്ലേ, അവരുടെ കല്യാണം കഴിയുകയാണെങ്കിൽ അയാൾ പിന്നെ നമ്മുടെ ബന്ധുവാണ്, ആ ഒരു പരിഗണന എന്തായാലും അയാൾ നമുക്ക് തരാതിരിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്തായാലും ശരി എൻ്റെ കുഞ്ഞ് എത്രയും പെട്ടെന്ന് സ്റ്റേഷനിൽ നിന്ന് പുറത്തു വരണമെന്നും അവന് ജാമ്യം കിട്ടണമെന്നൊക്കെ ദേവയാനി ഇവരോട് പറഞ്ഞു. അപ്പോൾ സ്റ്റേഷൻ ജാമ്യം കിട്ടാൻ പ്രയാസമാണെന്നാണ് തോന്നുന്നത്, അവൻ അതുപോലൊരു കാര്യമല്ലേ ചെയ്തിരിക്കുന്നതെന്ന് ഇങ്ങനെ പറയുമ്പം അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണം ഉണ്ടാവില്ലേ മോനെ എന്ന് ചോദിക്കുക കേട്ടോ നമ്മുടെ ദേവയാനി. അവനെ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ ഉറപ്പായിട്ടും അവൾ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടാകും, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അതൊക്കെ ഇനിയിപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവൻ തന്നെ നിന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരുമെന്നുള്ള കാര്യങ്ങളൊക്കെ ദേവയാനി പറയുകയാണ്. അവളുടെ കരണത്ത് രണ്ടെണ്ണം പൊട്ടിക്കണമെന്ന് പലപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട്, പിന്നെ ഞാൻ സ്വയം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ദേവയാനി പറയുക. അവൾ ചെയ്ത തെറ്റുകൾക്ക് അവളുടെ കരണത്തടിക്കല്ല വേണ്ടത്, അവളെ കൊല്ലുക വേണ്ടതെന്നും ദേവയാനി പറഞ്ഞു. അന്നേരം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അമ്മ, ഇപ്പോൾ ഗ്രൗണ്ടിൽ വെച്ചല്ലേ അനി അവളെ തല്ലിയത്, അവിടെ അവൾക്കാണ് ബലം കൂടുതൽ, അവളാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നതെന്നും പറയുവാണ്. പിന്നെ നമ്മൾ ഒരുപാട് പരിശ്രമിക്കേണ്ടി വരും അനിയെ ഒന്ന് പുറത്ത് കൊണ്ടുവരാനായിട്ടെന്നും നയന പറഞ്ഞു. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോയിട്ട് വരാം അമ്മയെന്ന് പറഞ്ഞു. പോയിട്ട് വരുമ്പോൾ അവനെയും കൊണ്ട് വരാവുള്ളൂ കേട്ടോ മോനെ, അപ്പോൾ അതിനുവേണ്ടി പരമാവധി ശ്രമിക്കാം അമ്മയെന്നും പറഞ്ഞ് ഇവർ രണ്ടുപേരും അമ്മയോട് യാത്ര പറഞ്ഞ് അങ്ങ് പോവാം. അപ്പോൾ അവരങ്ങ് പോയി തൊട്ടടുത്ത നിമിഷം പോലീസ് സ്റ്റേഷനാണ് കാണിക്കുന്നത്. അപ്പോൾ ആദർശം നയനയും കൂടെ വരും. ASI ആ കോൺസ്റ്റബിൾ പുള്ളിക്കാരി അവിടെ നിൽപ്പുണ്ട്. ഇവരെ കണ്ടപ്പോഴേക്കും വരുന്നത് ആരാന്നറിയാവോ, മനസ്സിലായോ എന്ന് ചോദിച്ചു. എനിക്കറിയാം സാർ, അവർ നമ്മുടെ മേഡത്തിൻ്റെ ചേച്ചിയാണെന്ന് പറഞ്ഞ് നയനയെ കാണിച്ചു കൊടുക്കുക. അപ്പം നയനയെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പം ഇവരങ്ങോട്ട് അകത്തേക്ക് കയറി ചെന്നു. എന്താ സാറേ അനിയനെ കാണാൻ വന്നാണോ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു.
ആ എന്ത് ചെയ്യാൻ എൻ്റെ സാറേ, പട്ടാപ്പകല് പെൺകുട്ടികളെയൊക്കെ തല്ലിക്കഴിഞ്ഞാൽ വല്ല രക്ഷ ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പം അതിന് പകരം വീട്ടിയോ? അവനെ അതിനു വേണ്ടി ആരെങ്കിലും ഇവിടെ തല്ലിയോന്ന് ചോദിച്ചു ആദർശോ. അയ്യോ, അനന്തപുരിയിലെ പയ്യനെ ഞങ്ങൾ പോലീസുകാർ കൈവയ്ക്കാനോ അത് വല്ലതും നടക്കണ കാര്യം വല്ലതും ആണോ സാറേ? അല്ലെങ്കിൽ തന്നെ ഞങ്ങളത് ചെയ്യുമോ സാറേ എന്നൊക്കെ ചോദിക്കും കേട്ടോ. ഈ CIയും SIയും ഇവിടെ തന്നെ ഉണ്ടെന്നും അവരെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ചോദിക്കാനും പറഞ്ഞു. അപ്പം ഞാൻ നന്ദുവിനെ കണ്ടിട്ട് വരാം ആദർശേട്ടാന്ന് പറഞ്ഞു. ഞാൻ നന്ദുവിൻ്റെ അടുത്തേക്ക് പോയി. ആ സമയത്ത് സാറിൻ്റെ അനിയൻ ചെയ്തത് കുറച്ച് കടന്ന കൈയായി പോയെന്ന് പറഞ്ഞു. എവിടെ കടന്ന കൈ? അവളെ കൊല്ലാതിരുന്നത് ഭാഗ്യമെന്ന് ആദർശം നേരത്തേക്കും ഈ ASIയോട് പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോയി. ഓ, മൂർത്തി ജ്വല്ലറിയുടെ വലിയ MD പറഞ്ഞത് കേട്ടില്ലേ? അതിൻ്റെ ഒരു ഹുങ്കും അഹങ്കാരവും ഒക്കെ കാണുമല്ലോ, അതാ ഇങ്ങനെ പറഞ്ഞിട്ട് പോയതെന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുക കേട്ടോ. ഈ സമയത്ത് ആദർശ് നേരെ സച്ചിനെ കാണാനായിട്ട് അകത്തേക്ക് ചെന്നു. ആദർശിനെ കണ്ടപ്പോഴത്തേക്കും ആര് സാറോ, ഇരിക്കും സാറെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സ്നേഹത്തോടെ സച്ചിൻ ഇടപെടുക. അപ്പോൾ എല്ലാവരും ഭയങ്കര വിഷമത്തിലാണ്. അവൻ്റെ അമ്മയെക്കാളും അവനെ സ്നേഹിക്കുന്നത് എൻ്റെ അമ്മയാണെന്നും ഞങ്ങൾ മടങ്ങി ചെല്ലുമ്പോൾ അവൻ കൂടെ വേണമെന്നാണ് അമ്മ പറയുന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചിൻ അവിടെ ഇരുന്ന് എന്ത് ചെയ്യാൻ എൻ്റെ സാറേ, പ്രായത്തിൻ്റെ ഒരു പക്വതക്കുറവുകൊണ്ടാണ് ആ പയ്യൻ ഇങ്ങനെയൊക്കെ കാണിച്ചത്. കാരണമില്ലാതെ ആരുടെയും ദേഹത്ത് കൈവയ്ക്കുന്നവനല്ല അനി എന്ന് ആദർശം നേരം പറഞ്ഞു. അയാൾ കാരണമൊക്കെ പറയുന്നുണ്ട്, പക്ഷേ അതൊന്നും കോടതിക്ക് മുഖവില കിടക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ സാറെന്ന് സച്ചിൻ പറഞ്ഞു. അയാൾ ചെയ്തത് ചെറിയൊരു തെറ്റായിരുന്നെങ്കിൽ ഇപ്പോൾ സ്റ്റേഷൻ ജാമ്യമെങ്കിലും കൊടുക്കാമായിരുന്നു. ഇതിപ്പോൾ അതിന് പോലും കഴിയാത്തൊരവസ്ഥയായി പോയില്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. കാരണം ഞാൻ എന്ത് ചെയ്യുമെന്ന് ഓർത്തുകൊണ്ടിരിക്കുക. കാരണം സാറിൻ്റെ വൈഫിൻ്റെ അനിയത്തിയാണല്ലോ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് എനിക്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് സച്ചിൻ ഇരിക്കുന്നു. അപ്പോൾ എൻ്റെ മുത്തശ്ശൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അതിലും വലിയ പിടിയൊക്കെ പിടിക്കായിരുന്നു എന്നൊക്കെ പറയുകയാണ്. മുത്തശ്ശൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാനും അച്ഛനും ഒക്കെ അതിനുവേണ്ടി ഒരു ശ്രമം നടത്തണമെന്ന് വിചാരിക്കുകയാണെന്ന് പറയുമ്പം എന്ത് ശ്രമം നടത്തിയാലും കേസ് ഇതല്ലേ സാർ. ആ പെൺകുട്ടിയുടെ കവിളിലാണെങ്കിൽ അനിയുടെ 5 വിരളും പതിഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞു. പിന്നെ അതൊക്കെ നിസ്സാരമായിട്ട് തള്ളിക്കളയുന്നൊരു കാലമാണോ സാർ ഇത്? അങ്ങനെ നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ സാർ നേരത്തെ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞത് പയ്യനെ ഒന്ന് ഉപദേശിച്ചു വിടണം എന്നുള്ളത്. പക്ഷെ നിങ്ങളാരും അത് ചെയ്തില്ലല്ലോ. ഇതുവരെയും അനിയും അനാമികയും തമ്മിൽ ബന്ധം വേർപിരിഞ്ഞിട്ടൊന്നുമില്ല. അതുപോലും ഓർക്കാതെയാണ് അയാൾ അനാമികയെ തല്ലിയതും നന്ദുവിൻ്റെ പിന്നാലെ നടക്കുകയും ചെയ്തതെന്ന കാര്യവും പറഞ്ഞു. പിന്നെ ഇന്ന് ഞാനും നന്ദുവിൻ്റെ അമ്മയും കൂടി ബീച്ചിൽ നടക്കാൻ പോയപ്പോൾ അവിടെയും ഉണ്ടായിരുന്നു അനി. അതിൻ്റെ തൊട്ട് മുൻപാണ് ഇത് സംഭവിച്ചിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് സച്ചിൻ എല്ലാം വിശദീകരിച്ച് കൊടുക്കുക. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ സാർ? നന്ദു അവിടെ വരുന്നത് നോക്കി നിൽക്കുമായിരുന്നു അനി, അതല്ലേ? അത് മനസ്സിലാക്കിയിട്ടാണ് നന്ദു റോട്ടിലൂടെ നടക്കാൻ പോയത്. പിന്നെ ഞാൻ നിർബന്ധിച്ച് അവരെ ബീച്ചിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ നന്ദുവിനെ കാണാൻ വന്നിരുന്ന അനിയെ വഴിയിൽ വെച്ച് അനാമിക കണ്ടു. ഇവർ തമ്മിൽ സംസാരമായി. അപ്പോൾ ചെയ്യേണ്ടത് അനി ചെയ്യുകയും ചെയ്തു. അതാണ് ശരിക്കും സംഭവിച്ചിരിക്കുന്നത്. പിന്നെ SP വിളിച്ചിട്ട് പറയാം ഒരു ദാക്ഷിണ്യവും കൊടുക്കണ്ടെന്ന്. അതുകൊണ്ടാണ് ലോക്കപ്പിൽ എന്നൊക്കെ പറയുമ്പം എനിക്കതൊക്കെ മനസ്സിലാകും എന്ന് ആദർശ് പറഞ്ഞു. നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അതേന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞിട്ട് ആദർശ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. സച്ചിനാണെങ്കിൽ ഭയങ്കര ചിരിയും ചിരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുക അവിടെ. ഇത് കഴിഞ്ഞ് നയനയും നന്ദുവും കൂടെ അവിടെ സംസാരിക്കാം. ഇനിയിപ്പോൾ നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ചേച്ചി, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചേച്ചി. അവനും ആദർശേട്ടനും ഒക്കെ അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മൂർത്തി മുത്തശ്ശനെയാണ്. മുത്തശ്ശനെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ മാക്സിമം എല്ലാം സഹിച്ചും ക്ഷമിച്ചും മുന്നോട്ട് പോയി. അതിൻ്റെ ഭവിഷ്യത്താണിപ്പോൾ ഇത് എന്നൊക്കെ പറഞ്ഞ് നന്ദു ഇങ്ങനെ പറയുന്നു. അന്നേരത്തേക്ക് നന്ദുവിനോട് നയന നീ ഇന്ന് രാവിലെ അനിക്കൊപ്പാണോ പോകാൻ ഒരുങ്ങിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അത് പിന്നെ ചേച്ചി അല്ലാന്ന് പറഞ്ഞു. നോണ പറയരുത്, പിന്നെയും നീ പറയണ്ട. അനി ഗ്രൗണ്ടിൽ വരാമെന്ന് പറഞ്ഞിട്ടാ നീ അങ്ങോട്ട് പോയത്, അതിനൊരു സംശയമില്ല എന്ന് നയന പറയുക. അതിനിടയിലേക്ക് അമ്മ വന്നതുകൊണ്ടാ നീ പിന്നെ റൂട്ട് മാറ്റിയതെന്നൊക്കെ പറയുന്നു. അവിടെയും സത്യം എന്താണെന്ന് ദൈവം ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നെന്നും പറയുവാണ്. അതുകൊണ്ടാണ് CI സച്ചിൻ അവിടേക്ക് വന്നതും നിങ്ങളെയും കൂട്ടി ഗ്രൗണ്ടിലേക്ക് പോയതും. ശരിയല്ലേ? ഗ്രൗണ്ടിൽ വെച്ച് നിങ്ങൾ അനിയെ കണ്ടു എന്ന് പറഞ്ഞായിരുന്നല്ലോ. അത് പിന്നെ ചേച്ചി എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ആദർശ് കയറി വന്നു. വേണ്ട, ഇനിയിപ്പോൾ അതേപ്പറ്റി ഒന്നും കൂടുതൽ സംസാരിക്കണ്ട. അപ്പോൾ സ്റ്റേഷൻ ജാമ്യം കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് CI പറഞ്ഞെന്ന കാര്യം പറയുവാണ് നേരെ ആദർശ്. അപ്പോൾ അതേ ആദർശേട്ടാ, ബുദ്ധിമുട്ടാ, അതുപോലെയാണ് കേസ് കൊടുത്തു വെച്ചിരിക്കുന്നതെന്നൊക്കെ പറയുവാണ്. നന്ദു, നിയമം നിനക്ക് അറിയാമല്ലോ. പരസ്യമായിട്ട് ഒരു പെൺകുട്ടിയാണ് അനി തല്ലിയിരിക്കുന്നതെന്നും പിന്നെ എങ്ങനെ ജാമ്യം കിട്ടുമെന്ന കാര്യങ്ങളൊക്കെ ആദർശ് നേരം നന്ദുവിനോട് ചോദിക്കും കേട്ടോ. അപ്പോൾ അനി ജയിലിലേക്ക് പോകുമോ ആദർശേട്ടാ എന്നിങ്ങനെ ചോദിച്ചു നയന. അപ്പോൾ അതൊന്നും എനിക്കറിയില്ല എന്നും സാധാരണ ഇത്തരം കേസുകളിൽ റിമാൻഡ് ചെയ്യാറാണ് പതിവെന്ന കാര്യങ്ങളും ആദർശ് ഇങ്ങനെ പറയും കേട്ടോ. അപ്പം ശരി ചേച്ചി, ഇനിയിപ്പോൾ അനാമിക കേസില്ല എന്ന് പറഞ്ഞാലേ അവനെ ഇവിടെ നിന്ന് പുറത്തിറക്കാനായിട്ട് പറ്റുകയുള്ളൂ എന്ന കാര്യങ്ങൾ ഇങ്ങനെ പറയുവാണ് നമ്മുടെ നന്ദു. അതിന് അവളും അവളുടെ വീട്ടുകാരും അങ്ങനെയൊന്നും പറയത്തില്ലല്ലോ. അതിനൊരു ദിവസമെങ്കിൽ ഒരു ദിവസം അനി ജയിലിൽ കിടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ എന്നൊക്കെ ആദർശ് ചോദിക്കുമ്പം ആദർശേട്ടൻ അനിയെ കണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. ഇല്ല, ഞാൻ കണ്ടില്ല, അവനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു ആദർശ്. അനി ലോക്കപ്പിലാണോ എന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറഞ്ഞു.
പിന്നെ ലോക്കപ്പിന് പുറത്തിരുത്തണം എന്ന ആഗ്രഹമൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ആ CI അതിന് സമ്മതിച്ചില്ല എന്ന് പറഞ്ഞു. DYSP അയാളോട് പ്രത്യേകം പറഞ്ഞെന്നാ പറഞ്ഞത് അനിയെ ലോക്കപ്പിൽ ഇടണമെന്ന്. നേരാണോ എന്നൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അതിന് DYSPക്ക് അനിയോട് എന്തത്ര ശത്രുത എന്നതേ നയന ചോദിക്കുമ്പോൾ DYSPക്കല്ല, അനാമികയുടെ അച്ഛന് പരിചയമുള്ള ഓഫീസറായിരിക്കും അയാൾ, അതുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചതെന്നൊക്കെ നന്ദു പറയുവാണ്. അന്നേരം അപ്പോൾ പിന്നെ CIയുടെ സംഭാവനയായിരിക്കും ഇതിൻ്റെ ഇടയിൽ നടന്നതെന്നൊക്കെ പറഞ്ഞപ്പം അയാൾ അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല മോളെ എന്ന് ആദർശ് പറയുമ്പം ആദർശൻ എന്താ ഈ പറയുന്നത്? അയാൾ എന്നെ പെണ്ണ് കാണാൻ വരുന്നതിന് മുന്നേ തന്നെ അയാളുടെ സ്വഭാവമൊക്കെ എനിക്ക് അറിയാവുന്നതാണെന്ന് പറഞ്ഞു. പിന്നെ ഈ സ്റ്റേഷനിലുള്ള ASI ഉൾപ്പെടെ പലരും അയാൾക്ക് അത് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതായത് അനിയും നന്ദുവും തമ്മിൽ സ്നേഹത്തിലാണെന്നുള്ള രീതിയിൽ. അപ്പോൾ ആ ഒരു ദേഷ്യം വെച്ചിട്ട് അയാൾ ഓരോന്ന് ചെയ്യുകയാണോ എന്ന് എൻ്റെ ഒരു സംശയം എന്നൊക്കെ ഇങ്ങനെ പറയുന്നു നമ്മുടെ നന്ദു. ഇപ്പോൾ അനാമിക അനി തല്ലിയത് കൊണ്ടല്ലേ കേസും കാര്യങ്ങളൊക്കെ വന്നതെന്ന് ആദർശ് ചോദിച്ചു. ആ CI പറഞ്ഞോ അവനോട് പോയി അനാമിക തല്ലാനായിട്ട്? പറഞ്ഞില്ലല്ലോ, അവൻ്റെ സ്വയം ഇഷ്ടത്തിന് പോയി ചെയ്തതല്ലേ. അപ്പോൾ എൻ്റെ ആദർശേട്ടാ എനിക്കറിയാം നന്ദുവിന് അയാളെ കല്യാണം കഴിക്കാൻ താല്പര്യം ഇല്ല എന്നുള്ളത് എനിക്കറിയാമെന്ന് ആദർശ നേരം പറയാം. അതിനി അയാളെ പ്രതിയാക്കാനൊന്നും നോക്കണ്ട. അനി ചെയ്തത് തെറ്റ് തന്നെയാണെന്നും അവൻ അനാമികയുടെ കരണത്തടിച്ചത് എന്തിൻ്റെ പേരിലാണെങ്കിലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിപ്പോയി. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു നല്ല വക്കീലിനെ വെച്ച് കോടതിയിൽ നിന്നെങ്കിലും അവനെ ജാമ്യത്തിൽ ഇറക്കിയേ പറ്റുള്ളൂ. അതിനെന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് നന്ദു ചിന്തിക്കാനായിട്ട് പറഞ്ഞു കൊടുക്കുക ആദർശം. ഞങ്ങളെന്തായാലും അവനൊന്ന് കാണട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവരവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. അങ്ങനെ അവർ അനിയെ കാണാൻ ചെല്ലുമ്പോൾ അനി ഇങ്ങനെ ലോക്കപ്പിൽ കിടക്കുന്നത് കണ്ട് സഹിക്കുന്നില്ല ആദർശിന്. അപ്പോഴേക്ക് ഏട്ടനെ കണ്ടപ്പോഴത്തേക്ക് അനി വലിയ ചിരിയൊക്കെ ചിരിച്ച് ആദർശിനെ നയനയുടെ അടുത്തേക്ക് വന്നു. ഏട്ടാന്ന് പറഞ്ഞ് വിളിച്ചു. ഇത് ഞാൻ എന്താടാ കാണുന്നത്? നീ എടുത്തുചാട്ടം കാണിച്ചത് കൊണ്ടല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമായിരുന്നു എന്ന് ചോദിക്കും ആദർശം. അന്നേരം ഏട്ടാ എൻ്റെ സ്ഥാനത്ത് ഏട്ടനായിരുന്നെങ്കിലും ഇതൊന്നും ആയിരിക്കില്ല അവളെ ഏട്ടൻ ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ബഹുമാനിക്കുന്ന നമ്മുടെ മുത്തശ്ശനെ അവൾ എന്തൊക്കെ പറഞ്ഞെന്നറിയാവോ എന്ന് അനി ആദർശനോട് ചോദിക്കുക. പിന്നെ അത് കേട്ടിട്ട് സഹിക്കാൻ വയ്യാതെയാണ് ഞാൻ അവളുടെ കരണത്തടിച്ചതെന്നും പറഞ്ഞു. അപ്പോൾ അനി എന്തിനാ ഇന്ന് ഗ്രൗണ്ടിലേക്ക് പോയതെന്ന് നയന അന്നേരം ചോദിച്ചു കേട്ടോ. നടക്കാനാണോ അതോ നന്ദുവിനെ കാണാൻ വേണ്ടിയിട്ടാണോ പോയത്? അത് അമ്മയെ വിളിച്ചപ്പോൾ അമ്മ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു എന്ന് നയന പറയാം. എന്തിനാ അനി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനിപ്പോൾ പാർക്കിൽ പോയതുകൊണ്ടല്ല ഏട്ടത്തി, ഞാൻ എതിലെ പോയാലും ഇതൊക്കെ തന്നെ സംഭവിക്കുകയുള്ളൂ എന്ന് അനി അന്നേരം നയനയോട് പറയുക. അങ്ങനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടിക്കാരും സംസാരിക്കുമ്പം അവൾ ഇന്ന് മനഃപൂർവ്വം എൻ്റെ അടുത്തേക്ക് തന്നെ വന്നതാണ്. ഇനിയിപ്പോൾ ഗ്രൗണ്ടിൽ വെച്ച് എന്നെ കാണാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ നന്ദുവിൻ മറ്റൊരിടത്തേക്ക് അവൾ ഉറപ്പായിട്ടും വരുമായിരുന്നു എന്ന കാര്യം ഉറപ്പാണ്. അവളുടെ ഉദ്ദേശം ഇത് തന്നെയായിരുന്നു, തല്ലിരുന്ന് വാങ്ങിക്കുക എന്നുള്ളത്, എന്നിട്ട് കേസ് കൊടുക്കുക. അതിനുവേണ്ടി അവൾ വന്നതെന്ന് പറഞ്ഞു. എടാ ഇപ്പോൾ നമ്മൾ ഡിവോഴ്സിന് പോയാലും അവളുടെ ഭാഗത്ത് ഇങ്ങനെ ഒരു കാരണം പറയാനുണ്ടല്ലോ എന്ന് ആദർശ് പറയൂ കേട്ടോ. നീ അവളെ ഇതിനു മുൻപും പല തവണ ഇതുപോലെ തല്ലിയെന്ന് പറഞ്ഞാൽ അത് കോടതി വിശ്വസിക്കില്ലേ എന്ന് ആദർശ് ചോദിച്ചു. ഇപ്പോൾ അതിന് വ്യക്തമായിട്ടൊരു തെളിവ് വരെ ഉണ്ടായിട്ടില്ലേ എന്ന് ചോദിച്ചു. ജയിലിൽ കിടക്കേണ്ടി വരികയാണെങ്കിൽ ഞാൻ കിടന്നോളാം ഏട്ടാ, എനിക്കതിലൊരു പ്രശ്നവും ഇല്ല എന്ന് പറയുവാണ് നമ്മുടെ അനി. എന്നാലും ഞാൻ സ്നേഹിക്കുന്നവരെ ആരെങ്കിലും മോശം പറഞ്ഞാൽ എനിക്കത് സഹിക്കാൻ പറ്റുന്ന ഒന്നല്ല എന്നും പറഞ്ഞു. അതുപോലെ തന്നെ അനി മറ്റുള്ളവരുടെയും കാര്യം നീ അത് മനസ്സിലാക്കാൻ പറഞ്ഞു. അനിയെ സ്നേഹിക്കുന്നവരാ വീട്ടിലുള്ള മിക്ക ആൾക്കാരും, അതനി മനസ്സിലാക്കണം. മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ തീർത്ഥാടനത്തിന് പോയതുകൊണ്ട് ഈ വിവരം ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് നയന ഇങ്ങനെ പറയുകയാണ്. അവരറിഞ്ഞു കഴിയുമ്പോൾ അവരിതെങ്ങനെ സഹിക്കുമെന്നും ചോദിച്ചു. ഇനിയിപ്പോൾ ഏതായാലും നാളെ കോടതിയിൽ നിന്ന് ജാമ്യം എടുക്കാൻ പറ്റുള്ളൂ ഏട്ടാ എന്നൊക്കെ പറഞ്ഞു. കോടതി ജാമ്യം അനുവദിക്കും, നിനക്കെന്താ ഉറപ്പ്? ഇത് അങ്ങനത്തെ ഒരു കേസായി പോയില്ലേടാ എന്നൊക്കെ ഇങ്ങനെ ആദർശ് ചോദിക്കുമ്പം റിമാൻഡ് ചെയ്യുന്നെങ്കിൽ അങ്ങോട്ട് ചെയ്യട്ടെ ഏട്ടാ, പിന്നെന്ത് ചെയ്യാനാ, കുറച്ച് ദിവസം പോയി ജയിലിൽ കിടക്കാമെന്നൊക്കെ പറഞ്ഞ് അനി ഇങ്ങനെ ആദർശിനോട് ഭയങ്കര ബോൾഡായിട്ട് തന്നെ സംസാരിക്കുകയാണ്. ഇനി ഒരു കാരണവശാലും ഞാനില്ലാതെ നീ ഗ്രൗണ്ടിലേക്ക് പോയേക്കരുത്, ഒറ്റയ്ക്കുള്ള നടത്തം നീ നിർത്തിക്കോളാൻ പറഞ്ഞു. അതാണ് ഇതിനൊക്കെ കാരണമെന്നും ആദർശ് പറയാം. അപ്പം ഞങ്ങൾ പോയിട്ട് വരാം അനിയെന്നും പറഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ നിനക്ക് സങ്കടം ഉണ്ടോടാന്ന് ചോദിച്ചു. അങ്ങനെയൊന്നും ഇല്ല ഏട്ടാ എന്ന് പറഞ്ഞു. വാ നയനെ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ആദർശ് നയനെയും കൂട്ടി അങ്ങോട്ടേക്ക് പോകുമ്പോൾ വിഷമിച്ച് അനി ഇങ്ങനെ അവിടെ നിൽക്കുന്നു. അതിനുശേഷം ഇപ്പം എന്ത് ചെയ്യും ആദർശ് ഏട്ടാന്ന് ചോദിച്ചുകൊണ്ട് ആദർശും നയനയും കൂടെ അവിടെ പുറത്ത് നിൽക്കുമ്പോൾ നമ്മുടെ നന്ദു അങ്ങോട്ടേക്ക് ഇറങ്ങിച്ചെന്നു. അപ്പോൾ നമ്മളിനി എന്താ നന്ദു ചെയ്യേണ്ടതെന്ന് ചോദിച്ചു ആദർശ്. മുത്തശ്ശൻ അറിഞ്ഞു കഴിഞ്ഞാൽ കോടതിയിലേക്ക് കാര്യങ്ങൾ വലിച്ചഴക്കേണ്ടി വരില്ലല്ലോ ആദർശേട്ടാന്ന് നന്ദു പറയൂ കേട്ടോ. എല്ലാ ദൈവങ്ങളെയും കണ്ട് പ്രാർത്ഥിക്കാൻ മുത്തശ്ശനും മുത്തശ്ശിയും പോയിരിക്കും, ഇപ്പം നാളെ വരുള്ളൂ എന്ന് ആദർശ് പറഞ്ഞു. അതിനിടയിൽ ഇത് പറഞ്ഞ് എന്തിനാ അവരുടെ മനസ്സമാധാനം വെറുതെ കളയുന്നേ, അവരുടെ യാത്ര മുടക്കുന്ന എന്തിനാണെന്നൊക്കെ ചോദിക്കുമ്പം അല്ല മറ്റു മാർഗ്ഗമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ എന്ന് നന്ദു അന്നേരം പറഞ്ഞേ. അവൾ മനഃപൂർവ്വം അനിയെ ചൊടിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഗ്രൗണ്ടിലേക്ക് പോയതെന്ന് പറയുമ്പോൾ അത് ഉറപ്പുള്ള കാര്യം ചേച്ചി എന്ന് നന്ദു പറഞ്ഞു. അല്ലെങ്കിൽ അനി അവിടെ എത്തിയ സമയത്ത് തന്നെ അവൾ എന്തിനാ അവിടെ വന്നത്, അങ്ങനെ വരേണ്ട കാര്യമില്ലല്ലോ.
അനിയും അനാമികയും തമ്മിൽ നിയമപരമായിട്ട് പിരിഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. അവർ തമ്മിൽ ഇപ്പോൾ യാതൊരു ബന്ധവുമില്ല. ആ ഒരു നിലയ്ക്ക് അവള് പ്രലോഭിക്കാൻ ശ്രമിച്ചപ്പോൾ അവൻ സ്വയം നിയന്ത്രിക്കായിരുന്നില്ലേ വേണ്ടതെന്ന് ആദർശ് ചോദിക്കാം. അപ്പം എങ്ങനെയാ നിയന്ത്രിക്കണമെന്ന് ആദർശേട്ടൻ പറയുന്നേ? മുത്തശ്ശനെ പറ്റി പറഞ്ഞ കാര്യം കേട്ടില്ലേ? അപ്പോൾ മുത്തശ്ശനെ പറ്റി അവൾ ആ രീതിയിൽ സംസാരിച്ചിരുന്നില്ലെങ്കിൽ ഒരിക്കലും അനി അവളെ തല്ലില്ലായിരുന്നു എന്ന് നന്ദു പറഞ്ഞു. ഇനിയിപ്പോൾ എന്ത് പറഞ്ഞാലും ശരി, കേസ് ഇതായതുകൊണ്ട് എത്രയൊക്കെ സ്വാധീനം ചെലുത്തിയാലും ജാമ്യം കിട്ടാൻ വളരെ വളരെ പ്രയാസമാണെന്ന് ആദർശ് പറയുക. ഇപ്പൊ ലോക്കപ്പിൽ കിടക്കുന്ന അവനെ കണ്ടത് തന്നെ എനിക്ക് ഭയങ്കര പ്രയാസമായിരിക്കാം. അതിൻ്റെ കൂടെ ഞാൻ ഉൾപ്പെടെ അവനെ സ്നേഹിക്കുന്നവരൊക്കെ അവനെ ജയിലിൽ പോയി കാണുക എന്ന് വെച്ചാൽ അത് സഹിക്കാൻ പറ്റുന്ന കാര്യമൊന്നും അല്ല എന്ന് ആദർശ് പറഞ്ഞു. ആദർശേട്ടൻ ഈ സമയത്ത് വെറുതെ ഇമോഷണൽ ആവല്ലേ, നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം ആദർശേട്ടാ എന്നൊക്കെ പറഞ്ഞു നന്ദു. അങ്ങനെ എന്തെങ്കിലും വഴി ഉണ്ടെങ്കിൽ അത് നന്ദു ഒന്ന് പറഞ്ഞതാ, ഞാൻ ആ വഴിക്ക് പൊക്കോളാമെന്ന് ആദർശ് നന്ദുവിനോട് പറയുക. നിയമം അറിയാവുന്ന നന്ദുവിന് പോലും ഒരു സൊല്യൂഷൻ പറയാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണെന്ന് ആദർശ് ചോദിച്ചു. ഈ സ്റ്റേഷനിലെ CI ഇതിനെല്ലാം കാരണം എന്ന് നമ്മുടെ നന്ദു പറയുമ്പം ഈ സ്റ്റേഷനിലെ CI അത്ര കുഴപ്പക്കാരനൊന്നും അല്ല നന്ദു എന്ന് ആദർശ് പറഞ്ഞു കേട്ടോ. പിന്നെ നന്ദുവിന് വിവാഹം കഴിക്കാൻ പോകുന്നത് കൊണ്ട് അയാളുടെ ഭാഗത്തു നിന്ന് സപ്പോർട്ട് കിട്ടുമെന്ന് പറഞ്ഞു. എനിക്ക് അങ്ങനെ ഒരിക്കലും തോന്നുന്നില്ല ആദർശേട്ടാ എന്ന് നന്ദു പറഞ്ഞു. അയാൾ അത്ര നല്ല ആളൊന്നും അല്ല, അങ്ങനെ ഇരട്ടത്താപ്പുള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയതെന്ന് നന്ദു പറയുമ്പോൾ നീ അങ്ങനെയൊന്നും പറയണ്ട, നീ അയാൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പലപ്പോഴും അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ നയന പറയുവാണ്. അമ്മ അങ്ങനെ പറഞ്ഞില്ലെങ്കിലും അത് തന്നെയാണ് ശരിയെന്ന് എനിക്ക് അറിയാമെന്നും പറഞ്ഞു. അതുകൊണ്ട് ഇനി CIയെ കുറ്റപ്പെടുത്തിയിട്ട് അയാളെയും ഞങ്ങളെയും തമ്മിൽ തെറ്റിക്കാനൊന്നും നീ നോക്കണ്ട എന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗ് ഇറക്കുമ്പോൾ നീ വന്നേ നയനെ, നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടെന്ന് നോക്കാമെന്ന് പറഞ്ഞ് ആദർശ നയനയും കൂടെ അങ്ങോട്ടേക്ക് പോയി. നന്ദു പിന്നെ ആകെ വിഷമിച്ച് നിൽക്കുക. ഈ സമയത്ത് അവിടെ വീട്ടിൽ എല്ലാവരും കൂടിയിരുന്ന് ചർച്ചയാണ് എങ്ങനെ ഇനിയെ പുറത്തിറക്കാം എന്നുള്ളത്. ജലജയാണെങ്കിൽ ഭയങ്കര സന്തോഷം. അപ്പോൾ അവളെ കല്യാണം ആലോചിച്ച് ഒരുത്തം വന്നു, അവളുടെ സ്റ്റേഷനിൽ തന്നെയുള്ള ഒരു CI. എന്നിട്ടും അനി എന്തിനാ അവളുടെ പിന്നാലെ നടക്കുന്നത് എന്നും ചോദിച്ച് ജാനകി ഇങ്ങനെ കിടന്ന് ഒച്ച വയ്ക്കുക. അതുകൊണ്ടല്ലേ ഇപ്പം ഇതുവൊക്കെ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ നോക്കുക കേട്ടോ. ഇനിയിപ്പോൾ ആ CI മനഃപൂർവ്വം അവനെ അവിടെ പിടിച്ചു വയ്ക്കുമെന്ന് പോലും പറയാൻ പറ്റത്തില്ല എന്നൊക്കെ ജാനകി ഇങ്ങനെ പറയണു. വേറൊന്നും കൊണ്ടല്ല, അച്ഛൻ സ്റ്റേഷനിൽ പോയി അയാളെ അപമാനിച്ചതല്ലേ അനിയെ തല്ലിയതിന് ശേഷം. അത് കേട്ടപ്പം അത് തന്നെ എൻ്റെയും പേടിയെന്ന് ദേവയാനി പറഞ്ഞു. CI ഒരു മാന്യനാണെന്നാണ് ആദർശ് പറഞ്ഞതെന്ന് പറയുമ്പോൾ അത് ഉറപ്പുള്ള കാര്യമല്ലേ എന്ന് ജലജ. അല്ലെങ്കിൽ അയാൾ കെട്ടാൻ പോകുന്ന പെണ്ണിൻ്റെ പിന്നാലെ അനി നടന്നാൽ അയാൾ അവനെ ഇടിച്ച് സൂപ്പാക്കത്തില്ലേ എന്ന് ജലജ ചോദിക്കാം. എന്നാലും ഇന്നത്തെ കാലത്ത് ഒരു പെണ്ണിനെ തല്ലിയാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് എല്ലാവർക്കും അറിയാവുന്നതല്ലേ എന്നൊക്കെ ജലജ ചോദിക്കുന്നു. എന്നിട്ടും അവനെന്തിനാണാവോ അവളെ കയറി തല്ലാൻ പോയത്? അപ്പം തല്ലുന്ന രീതിയിലുള്ള സംസാരങ്ങൾ അവളുടെ നാവിൽ നിന്ന് വന്നു കാണും, അതുകൊണ്ടായിരിക്കും തല്ലിയതെന്ന് ജയൻ പറയുക. അതെ, നല്ലതൊന്നും വരുന്ന നാവല്ലല്ലോ അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും അവളുടേതും ഒന്നും അജയനും പറഞ്ഞു. ഇതൊന്നും കേട്ടിട്ട് ജാനകിക്ക് സുഖിക്കുന്നില്ല. അവൾ മനഃപൂർവ്വം അനിയുടെ കയ്യിൽ നിന്ന് തല്ലുകൊള്ളാൻ വേണ്ടി പോയതാണെന്ന് എൻ്റെ സംശയം എന്നൊക്കെ പറയുമ്പോൾ ജാനകി തുറച്ചാ നോക്കുന്നത് ദേവയാനിയെ. അങ്ങനെ അവൻ തല്ലിയാലല്ലേ കേസാക്കാൻ പറ്റുള്ളൂ. എല്ലാവരും എന്നും അവളെയും അവളുടെ കുടുംബത്തെയുമാണ് വിമർശിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഈ ജാനകി പറയുന്നു. അനാമിക ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം ആ കൊച്ചിന് സ്വസ്ഥത കൊടുത്തിട്ടില്ല എന്നും പറഞ്ഞ് ജാനകി ഷോ കാണിക്കുമ്പോഴത്തേക്ക് നിർത്തടി എന്ന് പറഞ്ഞു. ഇനി അവളെ ന്യായീകരിച്ചെങ്ങനെ നീ തുടങ്ങിയാലുണ്ടല്ലോ ഈ കുടുംബത്തിന്റെ അടിത്തറ തോണ്ടാൻ അവൾ ഇങ്ങോട്ടേക്ക് കയറി വന്നത്, അല്ലാണ്ട് ഈ കുടുംബം നന്നാക്കാനല്ലടി എന്നും പറഞ്ഞുകൊണ്ട് അജയൻ ശരിക്കും ജാനകിയോട് ഒച്ച വെച്ചു. അപ്പോഴേക്കും നയനയും ആദർശവും അങ്ങോട്ടേക്ക് വന്നു. ഇപ്പൊ മകനെയും കൊണ്ട് വരുമെന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുകയായിരുന്നു ജാനകി. ചാഞ്ഞും ചെരിഞ്ഞും കിടന്നുമൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ മകനില്ല. അയ്യോ എൻ്റെ മോനെ പോലെ അവർ വിട്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ജാനകി ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ ആദർശ് നയനെ അകത്തേക്ക് കയറി ചെന്നേ. എന്തായി മോനെ എന്ന് ചോദിച്ചു ദേവയാനി. സ്റ്റേഷൻ ജാമ്യം കിട്ടില്ലെന്നാണ് CI പറഞ്ഞിരിക്കുന്നതെന്നുള്ള കാര്യം പറയും. അപ്പോൾ ആദർശ് സാരമില്ല, നമുക്ക് കോടതിയിൽ നിന്ന് ജാമ്യം എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ ദിവസം എൻ്റെ കുഞ്ഞ് അവിടെ ഇരിക്കേണ്ടി വരുമോ എന്ന് ജാനകി ചോദിച്ചു. അനിയെ അവരാരും ഒന്നും ചെയ്തിട്ടില്ല എന്നും പിന്നെ നന്ദു അവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു നയന. അതാ എൻ്റെ പേടിയെന്ന നേരത്തേക്കും ജാനകി പറയാം. അവള് കാരണമാണ് എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം തകർന്നതെന്നൊക്കെ പറഞ്ഞത് ഡയലോഗ് ഇറക്കുമ്പോഴേക്കും നീ ഒന്ന് മിണ്ടാതിരിക്കടി എന്ന് പറഞ്ഞു അജയൻ. നിന്റെ കുഞ്ഞിൻ്റെ ജീവിതം തകരുന്നത് നന്ദു കാരണമൊന്നുമല്ല, നീ ഇപ്പോഴും സ്നേഹിക്കുന്ന നിന്റെ മരുമകള് കാരണമാണെന്ന് പറയുമ്പോൾ നാളെ അനി ജയിലിലേക്ക് പോകുമ്പോഴേ എല്ലാവരും ഇത് തന്നെ പറയണമെന്ന് പറഞ്ഞു ജാനകി. ഇതിനോട് എത്ര ഓതിയിട്ടും കാര്യമില്ലല്ലോ എന്ന് ഓർത്ത് ഇങ്ങനെ നിൽക്കും അവർ. അപ്പോൾ അവളൊരു SI ആണല്ലോ, എന്നിട്ട് അവൾക്ക് പോലും ഈ സമയത്ത് അനിയെ രക്ഷിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന കാര്യവും പറയും. അത് നന്ദുവിനെ കുറ്റപ്പെടുത്തി. നന്ദി കെട്ടവളാ നിന്റെ അനിയത്തിയെന്നും പറഞ്ഞുകൊണ്ട് നന്ദു ഇരുന്നാ കുറ്റം, നടന്നാ കുറ്റം, തുമ്മിയാ കുറ്റം, ചിരിച്ചാ കുറ്റം എല്ലാം നന്ദുവിൻ്റെ തലയെ കൊണ്ടിട്ടിട്ട് ജാനകി ഇങ്ങനെ ഷോ കാണിച്ചുകൊണ്ടിരിക്കുക. നീ നോക്കിക്കോ, അവളും ആ CIയും കൂടി എൻ്റെ കുഞ്ഞിനെ ജയിലിലാക്കുമെന്നും പറഞ്ഞ് തുള്ളണു. അങ്ങനെ അനി ജയിലിലായ ആ CI ആയിട്ട് ഒന്നിക്കാൻ പറ്റുമെന്ന് അവൾക്ക് അറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ജാനകി പറയുക കേട്ടോ. അപ്പം നന്ദുവിനെ ഒട്ടും മനസ്സിലാക്കാതെയാണ് ഇളമെപ്പി സംസാരിക്കുന്നതെന്ന് പറഞ്ഞു നയന. എനിക്ക് അവളെ മൊത്തത്തിൽ മനസ്സിലായിട്ടുണ്ടടി, അവളെ മാത്രമല്ല നിന്നെ ഒക്കെ എനിക്ക് മനസ്സിലായി എന്നും പറഞ്ഞുകൊണ്ട് കിടന്ന് തുള്ളുവാണ്.
ഓ എല്ലാവരും അന്തം വിട്ട് നോക്കി നിൽക്കുക. പുറമേ അനിയത്തെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ താല്പര്യമില്ല. ഞങ്ങൾക്ക് പിന്നാലെ അവൾ വരണ്ടായെന്നൊക്കെ പറയും, പക്ഷെ നിന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാടി എന്നൊക്കെ പറഞ്ഞ് വലിയ ഷാള് കളിച്ചിട്ട് അവിടെ നിന്ന് കയറിപ്പോയി ജാനകി. അന്നേരം മോളെ നീ അവള് പറഞ്ഞു ഒന്നും കാര്യമാക്കണ്ട കേട്ടോ എന്ന് അജയൻ പറഞ്ഞു നയനയോട്. ഞാനതൊന്നും കാര്യമാക്കുന്നില്ല ഇളയച്ച. ഇങ്ങനൊരു മാനസികാവസ്ഥയിൽ ഏതൊരമ്മയും പറയുന്നത് തന്നെയാണ് ഇളയമ്മയും പറഞ്ഞതെന്ന കാര്യമൊക്കെ ഇങ്ങനെ പറയുക നമ്മുടെ നയന. എടാ മോനെ നീ വന്നേ, നീ മട അജയ എന്നും പറഞ്ഞുകൊണ്ട് അവർ അങ്ങോട്ടേക്ക് പോയി. ഓ എൻ്റെ ദൈവമേ, ഈ വീടിപ്പോൾ ആകെ താറുമാറായി പോയല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ജലജ. അന്നേരം അവിടെ നിന്നൊരു ഡയലോഗ്, എല്ലാ വീട്ടിലും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ആ വീടിനകത്തുള്ളവർക്ക് സമയദോഷം ഉണ്ടാകുമ്പോൾ ആ നേരത്തെ ചിലപ്പോൾ പലരും നമ്മളെ പഴിച്ചെന്നും കുറ്റപ്പെടുത്തിയെന്നും വരും, കളിയാക്കിയെന്നൊക്കെ വരും. അതൊന്നും കാര്യമാക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. സമയമാകുമ്പോൾ എല്ലാം നേരെ ആയിക്കോളൂ എന്ന് പറഞ്ഞു ദേവയാനി. അപ്പം സമയമൊന്നും മാറണ്ട, അതിന് നേർവഴിക്കൊന്ന് ചിന്തിച്ചാൽ മാത്രം മതിയെന്നാണ് ജലജ പറയുന്നത്. നയനയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്ത് ചെയ്യാൻ, ആ കുടുംബത്തിന് ഇപ്പോൾ ചേട്ടനും അനിയനും കൂടി മത്സരിച്ചാ പേരുദോഷം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നിരുന്നു. അപ്പോൾ എൻ്റെ മകനെ എല്ലാവരും കുറ്റം പറയുന്നുണ്ടായിരുന്നില്ല, എൻ്റെ മകൻ പുകഞ്ഞ കൊള്ളിയായിരുന്നല്ലോ. ഇപ്പോൾ എന്തായിന്ന് ചോദിക്കുമ്പം നിൻ്റെ മകനെന്ന് പറയുന്നത് പുകഞ്ഞ കൊള്ളി തന്നെയാണ്. അവനെ പെറ്റു വളർത്തി നീയും പുകഞ്ഞ കൊള്ളിയാണെന്ന് ദേവയാനി അന്നേരം പറഞ്ഞു. നിങ്ങൾ രണ്ടാളും ഈ വീട്ടിലില്ലായിരുന്നെങ്കിൽ ഇവിടെ മിക്ക പ്രശ്നങ്ങളും ഒഴിവായി പോയേനെന്നും ജലജയോട് പറയുക കേട്ടോ. ഏട്ടത്തി എന്തൊക്കെ ഈ പറയുന്നത്, ഇപ്പം ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത് ഞാനും അഭിയും കൂടെയാണോ എന്ന് ചോദിച്ചു ജലജ. അപ്പം ഇതിൻ്റെയൊക്കെ പിന്നിൽ രണ്ടാളും ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ല എന്ന് നയന പറയുമ്പോൾ അപ്പോഴും ആദർശിനെയും അനിയെയും അതുപോലെ നിൻ്റെ അനിയത്തിയെയും നീ ന്യായീകരിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോടി എന്ന് നയനയോട് ജലജ പറയുവാണേ. എന്നിട്ട് വീണ്ടും അഭിയെ തരം താഴ്ത്താൻ പോയി പറ ആദർശിനോട്, അങ്ങനെ ചെയ്യാൻ പറ എന്നും പറഞ്ഞ് തുള്ളണു. എനിക്കും എൻ്റെ കുഞ്ഞിനും ഒരു നേരം, ബാക്കിയുള്ളവർക്കൊക്കെ മറ്റൊരു നിയമം. കൊള്ളാം. അനാമിക പറഞ്ഞതുപോലെ വല്ലാത്തൊരു വീട് തന്നെയാണ് ഇത്, ലോകത്തെങ്ങുമില്ലാത്തൊരു വീടെന്നും പറഞ്ഞോണ്ട് ജലജ അവിടെ നിന്ന് അങ്ങ് പോയി. ഈ സമയത്ത് ദേവയാനി നയനയോട് അവൾ പറയുന്നതൊന്നും മോള് കാര്യമാക്കണ്ട എന്ന് പറഞ്ഞു. നയന ഒന്ന് ചിരിച്ചു. അന്നേരം അനിയുടെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മോളെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുക കേട്ടോ. മോളെ അവൻ ലോക്കപ്പിനകത്താണോ അതോ പുറത്താണോ എന്ന് ചോദിച്ചു. അന്നേരം അത് പിന്നെ ലോക്കപ്പിനകത്താ അമ്മയെന്ന് പറഞ്ഞു നമ്മുടെ നയന. അപ്പോൾ മുകളിൽ നിന്നൊക്കെ വിളി വന്ന കാര്യങ്ങളും അതുപോലെ നിയമം തെറ്റിക്കാൻ അവരെ കൊണ്ട് പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവരെല്ലാ കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കുക. അതിനുശേഷം പിന്നെ നയനയും ദേവേനയും സംസാരിച്ച് അങ്ങ് കയറിപ്പോയി. പിന്നെയാണെങ്കിൽ ജയനെയും അജയനെയും അതുപോലെ തന്നെ ആദർശിനെയാണ് കാണിക്കുന്നത്. അവർ ഇവരുടെ കുടുംബ വക്കീലിൻ്റെ കാര്യം നിന്ന് സംസാരിക്കുകയാണ്. അദ്ദേഹത്തിനെ കാര്യങ്ങൾ ഏൽപ്പിക്കാം എന്നും പറഞ്ഞ്. അപ്പോൾ പിന്നെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അവളുടെ കരണത്ത് പരസ്യമായി തല്ലി അനിയുടെ പ്രവൃത്തിയെ ന്യായീകരിക്കാൻ നമ്മളെക്കൊണ്ട് പറ്റില്ല എന്നിങ്ങനെ ജയം പറയുക. അത് കോടതി മുഖവിലയ്ക്ക് എടുക്കുക തന്നെ ചെയ്യുമെന്നും. അപ്പോൾ രാജീവ് വിചാരിച്ചാൽ ജാമ്യം കിട്ടില്ല ഏട്ടാ എന്ന് അജയൻ ചോദിക്കും കേട്ടോ. എന്തായാലും വക്കീലിനെ നമുക്ക് നേരിട്ട് പോയിന്ന് കാണാമെന്ന് പറഞ്ഞു ആദർശ്. അനിയുടെ അവസ്ഥയും അതുപോലെ അനാമികയുടെ ഭാഗത്തെ തെറ്റുകളും പറയുമ്പോൾ ചിലപ്പോൾ വിശദമായൊരു അന്വേഷണം ഈ കേസിൽ വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ റിമാൻഡ് ചെയ്യാതിരിക്കാനുള്ള സാധ്യതകളും ഉണ്ടെന്ന് പറഞ്ഞു ആദർശ്. അപ്പം അത് മാത്രമല്ലല്ലോ മോനെ പ്രശ്നം, ദേവയാനി ഏത് രീതിയിലും ഈ കേസ് കോംപ്രമൈസ് ചെയ്യണമെന്നും പറഞ്ഞ് നടക്കുകയാണ്. അവളിനി എതിർഭാഗം വക്കീലിനെ പോയി കാണുമോ എന്നൊന്നും പറയാൻ പോലും പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഏട്ടത്തി അങ്ങനെ താഴ്ന്നു കൊടുക്കരുതെന്നാണ് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ താഴ്ന്നു കൊടുക്കരുതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അജയ, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായില്ലേ? അതിന് ജയിലിൽ കിടക്കുന്നത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്ന കാര്യമാണോ എന്നൊക്കെ ചോദിച്ചു. അവൻ അങ്ങനെ ജയിലിൽ കിടക്കേണ്ട പയ്യനാണോ എന്നും ചോദിച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജയിലിൽ കിടക്കേണ്ടത് അനാമികയും അവളുടെ അച്ഛനും അമ്മയും ആണെന്ന് പറഞ്ഞ ആദർശ. അങ്ങനെയുള്ളവർ പുറത്ത് നിൽക്കുന്നു, ഒരു തെറ്റും ചെയ്ത് നിൻ്റെ മോൻ ജയിലിൽ കിടക്കുമ്പോൾ നമുക്ക് എങ്ങനെ സമാധാനമായിട്ടിരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു ജയൻ. അപ്പോൾ നമുക്ക് ഇവിടെ ആവേശം കയറിയൊന്നും ചെയ്തിട്ട് കാര്യമില്ല, എങ്ങനെയെങ്കിലും അവനെ പുറത്ത് കൊണ്ടുവരാൻ നോക്കണം, അതാണ് വേണ്ടത്. പിന്നെ ഇളയമ്മ ഇപ്പോഴും അനാമികയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം പറയുവാണ്. പിന്നെ നന്ദുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി നയന കളിക്കുന്ന നാടകമാണിതെന്ന് ഇപ്പോഴും ഇളയമ്മ വിചാരിച്ചുകൊണ്ടിരിക്കുന്നതും പറയുന്നതും. ആ ഒരു തെറ്റിദ്ധാരണ ഇനി അനുഭവത്തിലൂടെ മാറുന്നെങ്കിൽ മാറട്ടെ, ഞാൻ എന്തായാലും വക്കീലൊന്ന് കണ്ടിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് ആദർശ് നേരെ വക്കീലിനെ കാണാൻ പോയി. ഇത് കഴിഞ്ഞ് നമ്മുടെ വേണുവും അതുപോലെ വക്കീലും കൂടെ അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കും കേട്ടോ. അപ്പോൾ കേസൊക്കെ ഇപ്പോൾ എത്രത്തോളമൊക്കെ ആയില്ലേ, ഇനിയിപ്പോൾ നമുക്ക് കോടതിയിൽ വെച്ച് കാണാം എന്നും പറഞ്ഞുകൊണ്ട് വേണുവിനോട് ഈ വക്കീൽ പറയുന്നു. അവരിനി കോടതിയിൽ വെച്ച് ജാമ്യം എടുക്കുമോ സാറേ എന്ന് ചോദിക്കുക വേണു ഇയാളോട്. അപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടർ ഞാൻ തന്നെയാണ്, പക്ഷേ ഡിഫൻസ് വക്കീൽ സ്ട്രോങ് ആയിരിക്കുമെന്ന് ഇയാൾ പറയുന്നു. എടോ ജാമ്യം കിട്ടിയാലും കേസ് തീരത്തില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ എന്നൊക്കെ വക്കീൽ പറയണം. ഞങ്ങൾക്ക് വേണ്ടത് നഷ്ടപരിഹാരമാണ് സാറേ, നല്ല കോമ്പൻസേഷൻ ഞങ്ങൾക്ക് കിട്ടണം. അനന്തപുരി തറവാടിൻ്റെ ആസ്തി എത്രയാണെന്ന് അവർക്ക് പോലും നിശ്ചയം ഉണ്ടാവില്ല എന്നും ഈ അടുത്ത സമയത്ത് കേരളത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരുടെ ലിസ്റ്റിൽ അവരും വന്നിട്ടുണ്ടെന്നൊക്കെ പറയുക ഇയാൾ. അപ്പോൾ 3-4 സ്ഥാനമാണെന്ന് എനിക്ക് തോന്നുന്നത് എന്ന് ഈ വക്കീൽ പറയുമ്പോൾ 3-ാം സ്ഥാനമാണെന്ന് അനാമിക പറഞ്ഞു.
അങ്ങനെയുള്ളവർക്ക് കോടികൾ വലിയ ആനക്കാര്യമൊന്നും അല്ല. എന്നാൽ ഒരു 10 കോടി ആവശ്യപ്പെടാല്ല സാറേ എന്നിങ്ങനെ ചോദിച്ചു. 10 കോടി കുറഞ്ഞു പോയില്ലേ എന്ന് വക്കീൽ ചോദിക്കുക ഇവരോട്. അപ്പോൾ കുറഞ്ഞു പോയോ? ആ 10 കോടി മതി എങ്കിൽ മതി. പിന്നെ എന്തായാലും ഇതുപോലെയുള്ള ആൾക്കാർ ആത്മാഭിമാനത്തിന് വില കൽപ്പിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് കോംപ്രമൈസിന് തയ്യാറാകുമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു വിശ്വാസം എനിക്കില്ല സാർ എന്ന് അനാമിക പറയാം. അതെന്താ? അല്ല, ഞാൻ നേരത്തെ സാറിനോട് പറഞ്ഞിരുന്നില്ലേ, ചാനലിലൂടെ ഞാൻ ആ കുടുംബത്തിൽ നടക്കുന്ന മൊത്തത്തിലുള്ളൊരു ചിത്രം സമൂഹത്തെ അറിയിച്ചതാണെന്ന്. അതിനുശേഷമാണ് അനന്തമൂർത്തി ശക്തമായ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങിയത് എന്ന് ഇവള് പറഞ്ഞു. അപ്പോൾ അതെ അതെ അതെ, അതിനുശേഷം നാണക്കേട് ഒഴിവാക്കാൻ വേണ്ടി മോളെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് വിളിച്ചുകൊണ്ട് പോകുമെന്ന് പോലും കരുതിയിട്ട് മോളെ എന്നേക്കുമായിട്ട് പുറത്താക്കുക അയാൾ ചെയ്തതെന്ന് പറഞ്ഞു വേണു. അപ്പോൾ അയാൾ കുറച്ച് ബോൾഡാണെന്നും പക്ഷേ ഇവിടെ അയാൾ ഒരുപാട് സ്നേഹിക്കുന്ന കൊച്ചുമോനാണ് കേസിൽ തോറ്റ് ജയിലിലേക്ക് പോകാൻ പോകുന്നത്. അതുകൊണ്ട് ഒരു പക്ഷേ അയാൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകും. അങ്ങനെ ഒരു അവസ്ഥയിൽ ചാനലിലും അതുപോലെ എല്ലാത്തിലും വരുമെന്ന് അറിയാവുന്നത് കൊണ്ട് ഒരു ചാഞ്ചല്യം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അയാൾ കൊച്ചുമകന് വേണ്ടി നിങ്ങളുടെ മുന്നിലേക്ക് വരുമെന്ന് ഉറപ്പാണ്. ആ സമയത്ത് ചിലപ്പോൾ അയാൾ ഓഫർ ചെയ്യാൻ പോകുന്നത് 10 കോടിയൊന്നും ആയിരിക്കത്തില്ല എന്ന കാര്യമൊക്കെ പറയും കേട്ടോ. അച്ഛനും മോളും അന്തം വിട്ട് നോക്കുക. എന്തായാലും എൻ്റെ മോളുടെ ഭാവി പോയെന്നും പിന്നെ ഇനി ഇവൾക്ക് 2ാം ഘട്ടല്ലേ നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ കുട്ടിക്ക് ഒരു കുഞ്ഞുണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ, അവൻ നഷ്ടപരിഹാരം മാത്രമല്ല ആ കുഞ്ഞിനും അമ്മയ്ക്കും ജീവിതകാലം മുഴുവനും ചെലവിനും കൊടുക്കേണ്ടി വന്നേനെന്ന കാര്യമൊക്കെ പറയാം. അപ്പോഴത്തേക്കും അനമ്മയ്ക്ക് ഇങ്ങനെ നോക്കുക. എന്തായാലും ഇത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡിവോഴ്സിനെ പറ്റി ചിന്തിക്കണമെന്നും ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് വക്കീൽ നോട്ടീസ് അയച്ചാലും കുഴപ്പമൊന്നുമില്ല. ഡിവോഴ്സിന് മതിയായ കാരണങ്ങളൊക്കെ കഴിഞ്ഞല്ലോ. നമ്മളാണല്ലോ അവർക്കെതിരെ ആദ്യം കംപ്ലൈൻറ്റ് കൊടുത്തത്. പിന്നെ മോളെ തല്ലിയത് മാത്രമൊന്നുമല്ല, അതിലുപരി അവൻ മോളോട് ചെയ്തതും ചെയ്യാത്തതുമായിട്ടുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും ആ ഒരു ഇതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു സാറേ, ഇനിയിപ്പോൾ എല്ലാം നമ്മൾ വിചാരിക്കുന്ന പോലെ നടന്നാൽ മതിയായിരുന്നു എന്ന് വേണു അവിടെ ഇരുന്ന് പറയുകയാണ്. പിന്നെ ഈ അനന്തമൂർത്തിയും അയാളുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ കാര്യം വരുമ്പോൾ ഒറ്റക്കെട്ട അതാ പ്രശ്നം. അവരിനി ഏത് രീതിയിലാണ് ഈ കേസ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് നമുക്ക് പറയാനും പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്താലും ശരി, അവൻ തൻ്റെ മോളെ തല്ലിയത് തന്നെയാണ്, അതിനൊരു മാറ്റവും ഇല്ല. അതിനൊപ്പം ഒരു നിയമവും നിൽക്കത്തിലൂടെ വേണു, താൻ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു. എന്തായാലും ഞങ്ങൾക്ക് അത്രയും മതി സാറേ എന്നും പറഞ്ഞുകൊണ്ട് വേണു പറയാം. എന്നാൽ ശരി ഞങ്ങൾ ഇറങ്ങട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങ് ഇറങ്ങി. അത് കഴിഞ്ഞ് പിന്നെ നന്ദു സിയെ കാണാൻ വരിക. ഇന്ന് തന്നെ അനിയെ കോടതിയിൽ ഹാജരാക്കിക്കൂടെ സാർ എന്നും ചോദിച്ചു കേട്ടോ. അയാളുടെ സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് വരുമ്പോഴേക്കും സമയം വൈകത്തില്ലേ എന്ന് സച്ചി ചോദിക്കും കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ കോടതിയിൽ കൊണ്ടുപോയാലും കേസ് എടുക്കത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി കൂടെ സാർ എന്ന് ചോദിക്കുക. സച്ചിനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇതായിരിക്കാം, ഇനിയിപ്പോൾ കൊണ്ടുപോകാതിരുന്നാൽ ഇവളത് തെറ്റിദ്ധരിക്കുമല്ലോ, എന്ത് ചെയ്യും എന്ന് സച്ചിൻ ഇങ്ങനെ ചിന്തിക്കും കേട്ടോ. എന്നിട്ട് അത് വേണമെങ്കിൽ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ പെട്ടെന്ന് തന്നെ അത് ചെയ്യാൻ പറഞ്ഞു. ഒരിക്കലും ലോക്കപ്പിൽ കിടക്കേണ്ട ഒരാളല്ലല്ലോ ഇനി, അതുകൊണ്ടാണ് എനിക്ക് അവനെ നന്നായിട്ട് അറിയാമെന്ന് നന്ദു ഇങ്ങനെ പറയുമ്പം, നന്നായിട്ടെന്ന് പറഞ്ഞാൽ എന്താ നന്ദു ഉദ്ദേശിക്കുന്നേ എന്ന് ഇയാൾ ചോദിച്ചു. അയ്യോ അതല്ല സാർ, ഒരു കുഴപ്പക്കാരനല്ല അനി, അതാ പറഞ്ഞത്. കുഴപ്പക്കാരനല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ കരണ തടിക്കുമോ എന്ന് ചോദിച്ചു സച്ചിൻ. അതൊരാണിന് ചേർന്ന പണിയാണോ എന്നും സച്ചിൻ ചോദിക്കാം. ഈ പറയുന്ന അനാമിക മോശം സ്വഭാവമുള്ള ഒരു പെൺകുട്ടിയാണ് സാർ, അവള് ആരാണെങ്കിലും കരണ തടിച്ചു പോകുമെന്ന് നന്ദു പറയുമ്പോൾ നമ്മുടെ സച്ചിൻ, അങ്ങനെയുള്ള ഒരുപാട് പെൺകുട്ടികളുണ്ട് സമൂഹത്തിൽ, അവരെ ഒന്നും സ്വന്തം അച്ഛന്മാർ പോലും തല്ലാറില്ലല്ലോ. ഇനിയിപ്പോൾ അങ്ങനെ തല്ലിയാൽ അച്ഛന്മാർക്ക് പിന്നെ കോടതി കയറേണ്ടി വരുന്ന കാലമല്ലേ എന്നൊക്കെ സച്ചിൻ പറയാണ്. നിയമം അറിയാം നന്ദുവിന് ഞാനിതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട കാര്യമുണ്ടോ എന്നും ചോദിക്കുക. അപ്പോൾ അത് കേട്ടപ്പോൾ നന്ദു ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക കേട്ടോ. സച്ചിൻ ഇങ്ങനെ നന്ദുവിനെ തന്നെ നോക്കാം. അപ്പോൾ ഞാൻ മജിസ്ട്രേറ്റിൻ്റെ അടുത്തേക്ക് അനിയായിട്ട് പോയിക്കോട്ടെ സാറെന്ന് ചോദിച്ചു. ആ സമയത്ത് എന്നാൽ പിന്നെ പോയിക്കോളാൻ പറഞ്ഞു. സമയം കളയണ്ട, കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്നും പറഞ്ഞ് ഇങ്ങനെ സച്ചിൻ നന്ദുവിനോട് പറയുന്നു. നന്ദു അവിടെ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഇവളുടെ അടുത്ത് നല്ല രീതിയിൽ തന്നെ നിന്നാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്വയം പറഞ്ഞു നിൽക്കുക. ഈ സമയത്ത് നമ്മുടെ അനി ലോക്കപ്പിൽ കിടക്കുന്നു. നന്ദു അന്നേരം അനിയുടെ അടുത്തേക്ക് വന്നു. നന്ദുവിനെ കണ്ടപ്പോഴേക്കും അനി വേഗം ചാടി എഴുന്നേറ്റ് നന്ദുവിൻ്റെ അടുത്തേക്ക് വന്നു കേട്ടോ. ഭയങ്കര ചിരിയോട് നിൽക്കുക. അപ്പോൾ എന്തായാലും നിനക്കിപ്പോൾ ഇവിടുന്ന് ജാമ്യമൊന്നും കിട്ടില്ല, നിന്നെ മജിസ്ട്രേറ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുക, നിനക്ക് ചിലപ്പോൾ അവിടുന്ന് ജാമ്യം കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞു കേട്ടോ നന്ദു. എനിക്ക് ധൃതിയൊന്നുമില്ല, നാളെ പോയാൽ മതിയെന്ന് അനി നന്ദുവിനോട് പറയാം. പക്ഷേ നീ ഇവിടെ അടുത്ത് വേണമെന്ന് മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞു. എനിക്ക് നിന്നെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് കേട്ടോ എന്ന് നന്ദു അനിയോട് പറയൂ കേട്ടോ. സാധാരണ ആൾക്കാർക്കൊക്കെ പോലീസ് സ്റ്റേഷനിൽ കയറുന്നത് തന്നെ ഭയമാണ്, ഇത് ലോക്കപ്പിലായിട്ടും അവർ ഒരു കൂസലുമില്ല, എന്താടാ ഇതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ എവിടെയാണോ അവിടെ നീ ഉണ്ടെങ്കിലേ ഞാൻ ഹാപ്പി ആയിരിക്കത്തുള്ളൂ, അതിപ്പോൾ നരകമായാലും ശരി സ്വർഗമായാലും ശരി എന്നൊക്കെ അനി പറയുമ്പോൾ നീ ഇനി എന്ന് നന്നാവും അനി എന്ന് ചോദിച്ചു നന്ദു.
അപ്പം ഇവിടെ കിടന്നു കഴിഞ്ഞാലേ എനിക്ക് നിന്നെ എപ്പോഴും കാണാമല്ലോ, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ അനിയും നന്ദുവും കൂടി ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കും നീ കൂടുതൽ സംസാരിക്കരുത്, നീ എന്നും ഇവിടെ കിടക്കുമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്, നീ ഇവിടെയൊന്നുമല്ല, നിന്നെ റിമാൻഡ് ചെയ്താൽ നീ ജയിലിലേക്ക് പോകുമെന്ന് പറയാൻ നന്ദു. അപ്പോഴേക്കും സച്ചിൻ വരുന്നു. ഇവർ രണ്ടുപേരും കൂടെ സംസാരിക്കുന്നത് കാണുക കേട്ടോ. അനി ഇങ്ങനെ ഒരു ആക്കിയ ചിരിയും ചിരിച്ച് നേരം നിൽക്കുക. അനി നോക്ക്, അനി ഒരു ദിവസം പോലും ഇതിനകത്ത് കിടക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എന്നൊക്കെ സച്ചിൻ ഇങ്ങനെ അനിയോട് പറഞ്ഞു. തലയാട്ടോ നമ്മുടെ അനി. അതുകൊണ്ടാട്ടോ നിന്നെ മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ ഹാജരാക്കണമെന്ന് ഞാൻ നന്ദുവിനോട് പറഞ്ഞതെന്ന് പറയുമ്പോൾ നന്ദു അങ്ങനെ നോക്കുക കേട്ടോ. ഉടനെ തന്നെ നന്ദു നിന്നെയും കൂട്ടി അങ്ങോട്ട് പോകുമെന്നൊക്കെ പറഞ്ഞു. കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലായല്ലോ എന്നൊക്കെ പറഞ്ഞു. ആ മനസ്സിലായി സാറേ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ നമ്മുടെ അനിയും സച്ചിനും ഒക്കെ കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം ശരിക്കും ഇവനിട്ട് നല്ല പാറ് എന്നുള്ള രീതിയിൽ നമ്മുടെ അനി സംസാരിക്കാം. നീ ഒരു വല്ലാത്ത ജന്മം തന്നെയാണ്, നിൻ്റെ ഇപ്പോഴത്തെ അഭിപ്രായമൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോൾ മാറ്റേണ്ടി വരുമെന്നും പറഞ്ഞ് അനിയോട് ഇവൻ വലിയ ഡയലോഗൊക്കെ അടിച്ച് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാട്ടോ. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.